على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس أوصيكم أولا بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. أفمن اتبع رضوان الله كمن باء بسخط من الله ومأواه جهنم وبئس المصير. هم درجات عند الله والله بصير بما يعملون. സ്നേഹധന്യനായ സത്യവിശ്വാസികളെ, നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഏകനായ അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ച് ജീവിക്കണമെന്ന ആദ്യം എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുന്നു. അതിനായി വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും അതിനെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് അല്ലാഹുവിനെ തൃപ്തി കരസ്ഥമാക്കുകയും അതിലൂടെ സ്വർഗം ലഭ്യമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചു. അതിനു വേണ്ട കാര്യങ്ങൾ ഒന്നാമതായിക്കൊണ്ട് അല്ലാഹു ഏകനാണ് എന്ന് മനസ്സിലാക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും കർമ്മങ്ങളിൽ ശിർക്ക് കലരാതെ നോക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എന്നും നമ്മൾ പറയുകയുണ്ടായി. അല്ലാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ നമുക്കുണ്ടാകേണ്ട ചില കാര്യങ്ങളാണ് ഇന്ന് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അല്ലാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കിയെങ്കിൽ മാത്രമേ സ്വർഗപ്രവേശനം സാധ്യമാവുകയുള്ളൂ. ഞാൻ ഓതി വെച്ച ആയത്ത് അതിലേക്കാണ് സൂചന നൽകുന്നത്. അല്ലാഹു തൃപ്തിപ്പെട്ട ഒരു സമൂഹം, ഒരു കൂട്ടം ആളുകൾ, അവരെ അല്ലാഹു കോപിച്ച അല്ലെങ്കിൽ അല്ലാഹുവിന്റെ തൃപ്തി ലഭിക്കാത്ത ഒരു കൂട്ടരും സമമാവുകയില്ല. എന്താണ് അല്ലാഹു കോപിച്ച, അല്ലാഹുവിന്റെ കോപം ലഭിച്ച ആളുകളുടെ കാര്യം എങ്ങനെയാണ്? ജഹന്നം. അവരുടെ സങ്കേതം എന്ന് പറയുന്നത് അത് നരകമാണ്. ആ നരകം എന്ന് പറയുന്നത് തന്നെ ഒരു ചീത്ത സങ്കേതവുമാണ്. നല്ല സ്ഥലമല്ല, ചീത്ത സ്ഥലമാണ് നരകം എന്ന് പറയുന്നത്. എന്നാൽ അല്ലാഹുവിന്റെ തൃപ്തി ലഭിച്ച ആളുകൾ എങ്ങനെയാണ്? അവർക്ക് അല്ലാഹുവിന്റെ അരികില് ഒരുപാട് പദവികളുണ്ട്. അല്ലാഹുവിന്റെ അരികില് അല്ലാഹുവിന്റെ തൃപ്തി ലഭിച്ച ആളുകൾക്ക് തന്നെ പല പദവികളുമുണ്ട്. അല്ലാഹു ബസീറുൻ ബിമാ യഅമലൂൻ. അവര് പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് ആ പദവികളെ നിശ്ചയിക്കുന്നത് എന്തല്ല, ഓരോ ഇഷ്ടത്തിനനുസരിച്ചിട്ടല്ല, മറിച്ച് അവരുടെ പ്രവർത്തനങ്ങൾക്കനുസരിച്ചിട്ടാണ്. ആ പ്രവർത്തനങ്ങൾ അല്ലാഹു കൃത്യമായി കണ്ടറിയുകയും ചെയ്യുന്നുണ്ട് എന്നർത്ഥം. എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? എനിക്ക് അല്ലാഹുവിന്റെ തൃപ്തിയുണ്ടോ, അല്ലാഹു എന്നെ തൃപ്തിപ്പെട്ടിട്ടുണ്ടോ
എന്ന് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക? ഒന്നാമതായിക്കൊണ്ട് നമ്മുടെ മനസ്സിന് സമാധാനം ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മുടെ മനസ്സിന് സമാധാനം ഉണ്ടെങ്കിൽ അള്ളാഹു നമ്മെ തൃപ്തിപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്. അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ കൊണ്ട് ഹൃദയത്തിൽ സമാധാനമുണ്ടായ ആളുകൾ, അവരാണ് വിശ്വാസികൾ. എന്നിട്ട് പറയുന്നത്, അലാ, നിങ്ങൾ അറിയണം, തത്മഇന്നുൽ ഖുലൂബ്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ കൊണ്ട് മാത്രമാണ് ഒരാൾക്ക് സമാധാനം ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ആലോചിക്കുക, നമ്മുടെ ജീവിതത്തിൽ കൂടുതലായിട്ട് ടെൻഷനുകളാണോ അതല്ല സമാധാനമാണോ? അള്ളാഹു നൽകിയ കാര്യങ്ങളിൽ നമുക്ക് തൃപ്തിപ്പെടാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അള്ളാഹു എന്തെങ്കിലും പരീക്ഷണങ്ങൾ നൽകിയാൽ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നൽകിയാൽ, ആ സമയത്ത് എനിക്കെല്ലാം നഷ്ടപ്പെട്ട് എനിക്ക് ജീവിതം അടുത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരാശരായിക്കൊണ്ട് ജീവിക്കുകയാണ് നമ്മൾ ചെയ്യുക. അതല്ലെങ്കിൽ അതിൽ ക്ഷമിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുകയാണോ നമ്മൾ ചെയ്യാറുള്ളത്? നമ്മൾ ആലോചിക്കണം. ഒരു അനുഗ്രഹം നൽകിയാല് ഇതെന്റെ കഴിവ് കൊണ്ട് ലഭിച്ചതാണ്, അതുകൊണ്ട് തന്നെ ഇതില് ആർക്കും തന്നെ പങ്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കാരത്തോടു കൂടിയിട്ട് ജീവിക്കുന്നവരാണ്. അതല്ല, ഇതും അള്ളാഹു എനിക്ക് നൽകിയ അനുഗ്രഹമാണ്, അള്ളാഹുവിന് നന്ദി കാണിക്കുന്നതിന് വേണ്ടി, എന്നെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അള്ളാഹു എനിക്ക് നൽകിയ ഫദ്ലാണ് ഈ അനുഗ്രഹം എന്ന് മനസ്സിലാക്കിയിട്ട് അതിന് നന്ദി കാണിച്ച് ജീവിക്കുന്ന ആളുകളാണ് നമ്മൾ. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ എന്താവുന്നത്? സത്യവിശ്വാസികളാകുന്നത്, അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കുന്ന ആളുകളായി മാറുന്നത്. ഇനി അത് ലഭിക്കാനുണ്ടാകേണ്ട നമ്മുടെ സ്വഭാവം എന്താണ്? നമ്മുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിയാൽ അള്ളാഹുവിന്റെ വലിയ തൃപ്തി നമുക്ക് ലഭിക്കാൻ സാധിക്കും. ഒന്നാമതായിക്കൊണ്ട് സൗമ്യമായി പെരുമാറുന്ന ആളുകളായിരിക്കണം നമ്മൾ. സല്ലല്ലാഹു അലൈഹി വസല്ലമ അശജ് അബ്ദുൽ ഖൈസിനോട് പറയുന്നുണ്ട്, ഇന്ന ഫീക ലഖസ്ലതൈൻ, നിന്നിൽ രണ്ട് സ്വഭാവങ്ങളുണ്ട്. യുഹിബ്ബുഹും അല്ലാഹ്, ആ രണ്ടും അല്ലാഹുവിന് ഏറെ ഇഷ്ടമുള്ളതാണ്. ഒന്ന് അൽ ഹുൽമാണ്, സൗമ്യതയാണ്. അപ്പൊ സൗമ്യത എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു സംഗതിയാണ്. കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞല്ലോ, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിന്ത ലഹും വലൗ കുൻത ഫദ്ദൻ ഗലീദൽ ഖൽബി ലൻഫദ്ദു മിൻ ഹൗലിക്. അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താലാണ് നീ അവരോട് സൗമ്യമായിട്ട് പെരുമാറിയത്. നീ കഠിന ഹൃദയനായിരുന്നുവെങ്കിൽ നിന്റെ ചുറ്റിലും നിന്ന് അവരെന്ത് ചെയ്യുമായിരുന്നു? പോകുമായിരുന്നു. അവർക്ക് നിന്നിൽ നിന്ന് വിട്ടുപോകും. ആ വിട്ടുപോകാതെ സൗമ്യമായി പെരുമാറിയത് എന്തുകൊണ്ടാണ്? അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹമുള്ള ആളുകൾക്ക് സൗമ്യമായിട്ട് പെരുമാറാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ സൗമ്യത ഉൾക്കൊള്ളുന്ന ആളുകളാണ്. അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞത് അങ്ങനെ തന്നെയാണല്ലോ, വഅലമു അന്നല്ലാഹു ഗഫൂറുൻ ഹലീം. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും ഏറെ സൗമ്യതയുള്ളവനും ആണ് എന്നുള്ളത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സവിശേഷതയായിട്ടും പറഞ്ഞിട്ടുണ്ട്. ഇന്ന ഇബ്രാഹിമ ലഹലീമുൻ അവ്വാഹും മുബീൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ ഏറെ സൗമ്യതയുള്ളവനും ഏറെ അനുകമ്പയുള്ളവനും ഏറെ പശ്ചാത്താപം ചെയ്യുന്ന ആളും ആയിരുന്നു എന്നുള്ളത്. അപ്പൊ അള്ളാഹു തൃപ്തിപ്പെട്ട ആളുകളെ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അവരൊക്കെ സൗമ്യമായി പെരുമാറുന്ന, കഠിന ഹൃദയരല്ലാതെ എല്ലാവരോടും ചിരിച്ചുകൊണ്ട് നല്ല രൂപത്തില് പെരുമാറുന്ന ആളുകളായിരുന്നു എന്നുള്ളത്. രണ്ടാമതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന അൽ അനാത്താണ്, ക്ഷമയുള്ളവരാണ്. വിശുദ്ധ ഖുർആനിലെ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇന്നല്ലാഹ മഅസ് സ്വാബിരീൻ, അല്ലാഹു ക്ഷമാലുകളുടെ കൂടെയാണ്. അപ്പൊ നമ്മൾ ക്ഷമിക്കുന്ന ആളുകളാണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? സൗമ്യമായിട്ട് പെരുമാറാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്.
നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ക്ഷമയുടെയും സൗമ്യതയുടെയും മറ്റു ഉദാഹരണങ്ങൾ നമ്മൾ പറയാതെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഒരുപാട് സംഭവങ്ങൾ താരിഖൊക്കെ പോയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്കറിയാം. അപ്പൊ നമ്മൾ നബിയുടെ ജീവിതം പഠിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൗമ്യതയും ക്ഷമയും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഖഫ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ മുസ്തഫ വഅലാ ആലിഹി വസ്ഹബിഹി വഅലാ മൻ തബഅഹു ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഉസീകും സാനിയ ബിത്തഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുന്നതിനായി വസിയ്യത്ത് ചെയ്യുന്നു. വളരെ സുദീർഘമായ ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ആരെങ്കിലും അല്ലാഹു അവന്റെ പ്രവാചകനും എന്നെ സ്നേഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ സംസാരിക്കുകയാണെങ്കിൽ അവൻ എന്ത് ചെയ്യട്ടെ? സത്യം പറയട്ടെ എന്നുള്ളത്. ഒരിക്കലും തന്നെ ഒരു സത്യവിശ്വാസി എന്ത് ചെയ്യരുത്? കളവ് പറയുകയില്ല. അവനെ ഏത് രൂപത്തിൽ ജീവിച്ചാലും ഒരു സത്യവിശ്വാസി ഒരിക്കലും കളവ് പറയുകയില്ല. പറയുകയാണെങ്കിൽ നല്ലത് പറയുക, എനിക്ക് മിണ്ടാതിരിക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. മറ്റൊന്ന്, വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ, അത് വാക്കാകട്ടെ, അതല്ല വല്ല ഇടപാടുകളുമാകട്ടെ, വല്ല അമാനത്തായിട്ട് ഏൽപ്പിക്കപ്പെട്ട പല കാര്യങ്ങളാകട്ടെ, ഇതൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്ന ആളുകളായിരിക്കണം ഒരു സത്യവിശ്വാസി. മൂന്നാമത്തെ ഒരു കാര്യം, തന്റെ അയൽവാസിയോട് നല്ല നിലയിൽ പെരുമാറുന്നവനാണ് ഒരു സത്യവിശ്വാസി. ഇങ്ങനെയുള്ള ആളുകൾക്കാണ് അല്ലാഹുവിന്റെ തൃപ്തി ലഭിക്കുക എന്നുള്ളതാണ് ആ സുദീർഘമായ ഹദീസിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ ഒരു സഹോദരൻ റോഷന്റെ ഉമ്മ ലീല ഇബ്രാഹിം വളരെ പ്രയാസകരമായ അവസ്ഥയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് അനുഭവപ്പെട്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹദിയുടെ പ്രയാസങ്ങൾ നീക്കി കൊടുക്കുകയും പൂർണ്ണ ആരോഗ്യത്തോടു കൂടിയിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുമാറാകട്ടെ. ഒരുപാട് സഹോദരങ്ങൾ ഓപ്പറേഷന് വേണ്ടിയിട്ടും മറ്റും പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ അസുഖങ്ങൾ മാറ്റിക്കൊടുക്കുകയും നല്ല രൂപത്തിൽ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار وأدخلنا الجنة مع الأبرار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المذنبين وارحمنا يا أنت أرحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وأقم الصلاة إن الصلاة تنهى عن الفحشاء والمنكر.